നമസ്കാരം, ഞാൻ ഉമാശങ്കർ എഴുമങ്ങാട്. US മീഡിയ ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിൽ തിരുമറ്റക്കോട് പഞ്ചായത്തിൽ ഇരിങ്കൂറ്റൂർ കൊടലൂർക്കാവ് അയ്യപ്പ ക്ഷേത്രത്തിലാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ച് ഇവിടുത്തെ കമ്മിറ്റി ഭാരവാഹികൾ പറയും. ദേവസ്വം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ ശശിയേട്ടൻ നമ്മളോടൊപ്പമുണ്ട്. ശശിയേട്ടാ, എന്തൊക്കെയാണ് നമ്മുടെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ട്? ഏകദേശം ഒരു 750 വർഷം മുന്നേ ഉള്ള ക്ഷേത്രം, അത്രയും പഴക്കമുള്ള ക്ഷേത്രമാണ്. ഇതിൻ്റെ ഒരു ഐതിഹ്യം എന്ന് പറഞ്ഞ് കേൾക്കുന്നത്, പിന്നെ 2 യാത്രക്കാർ പോകുമ്പോൾ പിന്നെ അവർ യാത്രയുടെ ഇടയിൽ റെസ്റ്റ് എടുക്കാനായിട്ട് കുട താഴ്ത്തു വെച്ചു. അത് കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോൾ അവർക്ക് ആ കുട എടുക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അത് കുട ഇളകാക്കാവും എന്നാണ് അത് പറഞ്ഞ് അത് കൊടലൂർക്കാവായി എന്നാണ് അതിൻ്റെ ഐതിഹ്യം. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ശാസ്താവാണ്. പൂർണ്ണ പുഷ്കലയായിട്ടുള്ള ശാസ്താവാണ്. പിന്നെ 9 ഉപദേവന്മാർ ഇതുണ്ട്. അതിപ്പോൾ പിന്നെ ഒന്ന് ഗണപതി, ഭഗവതി, അതുപോലെ വേട്ടയ്ക്കൊരു മകൻ സുബ്രഹ്മണ്യൻ, അന്തിമഹാകാളൻ, മേലെ ശാസ്താവ്, അയ്യപ്പൻ, നാഗപ്രതിഷ്ഠ, ബ്രഹ്മരക്ഷസ്, ഇതാണ് ഇതല്ല. അത് ഉള്ളിലുള്ള പ്രതിഷ്ഠകൾ ഗണപതിയും ഭഗവതിയും വേട്ടയ്ക്കൊരു മകനാണ്. ബാക്കിയെല്ലാം പുറത്തുള്ള ആണ്. 2 നേരം പൂജയുണ്ട്. പിന്നെ ട്രസ്റ്റി ബോർഡും അതുപോലെ ക്ഷേത്ര കമ്മിറ്റിയുമാണ് ഇതിൻ്റെ മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രമാണ്. ഇവരെല്ലാവരും കമ്മിറ്റി ട്രസ്റ്റി ബോർഡ് അംഗങ്ങളും. ഇവിടെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പിന്നെ പ്രധാനപ്പെട്ട പൂജകൾ, ഉത്സവങ്ങൾ എന്തൊക്കെയാണ്? സാധാരണ ജനുവരിയിലാണ് ഉത്സവം ഇതുള്ളത്. അതിൽ മകരത്തിലെ 2ാമത്തെ ശനിയാഴ്ചയാണ് സാധാരണ ഉത്സവം ഉണ്ടാകുന്നത്. അതിപ്പോൾ 3 ദിവസമായിട്ടാണ് ഉള്ളത്. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം മുതൽ പിന്നെ ആറാട്ടോട് കൂടിയിട്ടുള്ള ഉത്സവമാക്കി മാറ്റിയിട്ടുണ്ടല്ലേ. പിന്നെ പ്രധാനപ്പെട്ട പൂജകൾ എന്തൊക്കെയാണ്? ഇവിടെ ഇപ്പോൾ ഇതായിട്ടുള്ളത് ഒന്ന് ചുറ്റുവിളക്കാണ് വളരെ ഇതായിട്ട് നടക്കുന്നത്. പിന്നെ നിത്യദാന പൂജ, പിന്നെ ശാസ്താപ്രീതി പൂജ, അങ്ങനെ രക്ഷസിന്റെ പൂജയ്ക്ക് ഈ ഇതര മതസ്ഥരടക്കം കാലങ്ങളായിട്ട് ചെയ്യുന്നുണ്ട്. വളരെ ഞങ്ങൾ ഈ ക്ഷേത്രത്തിലെ പാരമ്പര്യ കഴകക്കാരും കൂടിയായിരുന്നു. ആ ഒരു സന്തോഷം കൂടിയും പറയട്ടെ. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നമുക്ക് മറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതായത് ഇപ്പോൾ ഇവിടെ നടത്തുന്ന മറ്റ് പരിപാടികൾ, ഇപ്പോൾ സപ്താഹം നടത്താറുണ്ടാണ് അല്ലേ? സാധാരണ ഏപ്രിലാണ് നമ്മൾ വിഷുവിൻ്റെ മുന്നേയിട്ട് ആണ്. എല്ലാം വളരെ പിന്നെ പേര് കേട്ടിട്ടുള്ള യജ്ഞാചാര്യന്മാരാണ്. നമ്മുടെ ഏകദേശം സ്വാമി ഉദിത് ചൈതന്യൊക്കെ തുടങ്ങിയത് തുടക്കം അല്ലേ? 2001. 25 വർഷമായി നമ്മൾ സപ്താഹം തുടങ്ങിയിട്ട്. ഇക്കൊല്ലം 25ാമത്തെ വാർഷികമാണ്. സ്വാമി ഉദിത് ചൈതന്യാണ് പിന്നെ ഇവിടെ തുടക്കം കുറിച്ചത്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ അല്ലേ ഇവിടെ ഇരുന്നു അല്ലേ? ഓക്കെ. ഇതുകൂടാതെ മാനവസേവ, മാധവസേവ അല്ലേ, അതിൽ ഊന്നിയിട്ടുള്ളൊരു പ്രവർത്തനം തന്നെയാണ് അല്ലേ? ശരിക്കും പറഞ്ഞാൽ നമ്മളെ മനസ്സിനും ശരീരത്തിനും ഒരേപോലെ തന്നെ, അതായത് പൊതുസമൂഹത്തിൻ്റെ എല്ലാ തരത്തിലുള്ള സന്തോഷങ്ങളിലും ദുഃഖങ്ങളിലും പങ്കുചേർന്നുകൊണ്ട് ഒരു നാടിൻ്റെ എല്ലാവരുടെയും ഒരു സംരക്ഷണം, സുരക്ഷ ഉറപ്പുവരുത്തുന്ന രീതിയിൽ അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു രീതിയാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനം എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ? ഒരുപാട് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഈ പിന്നെ എന്താ പറയുക, പ്രളയം ഉണ്ടായ സമയത്ത് അല്ലേ, അതേമാതിരി ഓരോ സമയത്തും ഉണ്ടായ ചില കാര്യങ്ങൾ ചെയ്യാറുണ്ട് തോന്നുന്നു അല്ലേ? അതെന്തൊക്കെയാണ്? ഞാൻ വിശദീകരിക്കാം. ഒന്ന്, എല്ലാ മാസവും ഭഗവാന്റെ ജന്മനക്ഷത്രമായ ഉത്രനാളിൽ എല്ലാ ദിവസവും ഓരോ ഭക്തജനങ്ങളുടെ വകയായിട്ട് പ്രസാദ ഊട്ടുണ്ടാവും. ആ ദിവസം ഞങ്ങൾ പട്ടാമ്പി ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ എല്ലാ രോഗികൾക്കും പിന്നെ ഭക്ഷണം എത്തിച്ചു കൊടുക്കും. വർഷങ്ങളായി ചെയ്യുന്ന ഒരു 10 വർഷത്തോളം. പിന്നെ ക്ഷേത്രത്തിൽ എന്ത് വിശേഷം ഉണ്ടെങ്കിലും ഇവിടെ ഭക്ഷണം വെക്കുന്ന ഇതുണ്ടെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും ഹോസ്പിറ്റലിൽ അത് എത്തിച്ചു കൊടുക്കും എല്ലാ രോഗികൾക്കും. സപ്താഹമൊക്കെ ആണെങ്കിൽ 7 ദിവസം ഭക്ഷണം നമ്മൾ ഇവിടെ ഉണ്ടാക്കുക, അവിടെ എത്തിക്കും അങ്ങനെ അല്ല? അതാണ്, അതായത് ഇവിടെ എന്ന് ഭക്ഷണം ഉണ്ടാക്കണോ അന്നൊക്കെ അവിടെ എത്തിക്കുന്ന അർത്ഥം അല്ലേ? ഒപ്പം തന്നെ ആയാലും ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ അവിടെ കൊണ്ടുപോയി അവിടെ അവർ ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് ഇവിടെ ഭക്ഷണം വിളമ്പാൻ തുടങ്ങുള്ളൂ അല്ലേ? അങ്ങനെ ഒരു 11:30 മണിയാകുമ്പോഴേക്കും നമ്മൾ ഇവിടുന്ന് കൊണ്ടുവെക്കും. ഇവിടെ 12:30ക്ക് ശേഷം 1 മണിയൊക്കെ ആയിട്ടാണ്, 12-12:45 ആയിട്ടാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഈ നാട്ടിലെ ഇവിടുത്തെ ഒരു താലൂക്ക് ആശുപത്രിയാണ് പട്ടാമ്പി ഗവൺമെൻറ് താലൂക്ക് ആശുപത്രി. ആ ആശുപത്രിയിലെ രോഗികൾ, അവരുടെ കൂടെ ഇരിക്കുന്നവർ, അല്ലെങ്കിൽ അപ്പോൾ ആരൊക്കെയാണ് അത് കൂടാതെ വേറെ വന്നത്, അവർക്കെല്ലാവർക്കും ഇവിടെ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ടോ ആ ദിവസം അവിടെ ഭക്ഷണം
അവർ കഴിച്ചു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഇവിടെ വന്നിട്ടുള്ള ആളുകൾക്ക് ഭക്ഷണം വിളമ്പുന്ന ഒരു ശൈലി. ഒരു പക്ഷേ ഇത്തരത്തിലുള്ള അപൂർവം ക്ഷേത്രങ്ങളായിരിക്കാം അല്ലെങ്കിൽ ആരാധനാലയങ്ങളായിരിക്കാം നമ്മൾ കേട്ടിട്ടുണ്ടാവുക, ഒരു മാതൃകാപരമായ ഒരു പ്രവർത്തനം. ഓക്കെ, ഇതുകൂടാതെ അതുപോലെ ഞങ്ങൾ ഇപ്പോൾ ഒരു 4-5 വർഷം മുന്നെയാണ് പിന്നെ ജമ്മു കാശ്മീരിലൊന്ന് പ്രളയം. ആ സമയത്ത് പിന്നെ ഞങ്ങൾ എല്ലാ വീടുകളിലും കയറിയിട്ട് ഡ്രസ്സുകൾ കളക്ട് ചെയ്ത് ഞങ്ങളെ ഉദ്ദേശിച്ചൊരു 5-6 ചാക്ക് ഒരു വണ്ടിയിൽ കൊണ്ടുപോകാമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷയൊക്കെ ഇതായി. വളരെ നല്ല രീതിയിൽ ഭയങ്കര സഹകരണമായി. 10-25 ആൾ രാത്രിയിൽ 5 ദിവസം ഞങ്ങളിരുന്ന് സോർട്ട് ചെയ്തിട്ടാണ് ഡ്രസ്സ്, അതായത് പാൻറ് വേറെ ഷർട്ട് വേറെ അങ്ങനെ ഒരു ലോഡ് സാധനങ്ങൾ ലോറിയിലാണ് ഞങ്ങൾ ലോറിയിൽ കൊണ്ടുകൊടുത്ത് എല്ലാവരും സഹകരിക്കും. പിന്നെ ഒരു ലോറിയിൽ ഞങ്ങളത് 30 ചാക്കോളം വലിയ ചാക്കോളം ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ ഗുരുവായൂരാണ് കൊണ്ടുകൊടുത്തത്. അവിടെ ഗവൺമെന്റ് അവിടുന്ന് ആ സായിയുടെ ഇവരാണ് അത് ചെയ്തിരുന്നത്. അവർക്ക് നമ്മൾ കൊണ്ടുകൊടുത്തു. അവിടെ പിന്നെ കളക്ടറുടെ ഓർഡർ ഉണ്ടായിരുന്നു ഇത്ര പിന്നെ ഫ്രീ ആയിട്ട് ട്രെയിനിൽ കൊണ്ടുപോകാമെന്ന്. അന്ന് അങ്ങനെ ചെയ്തു. കൂടാതെ ഇപ്പോൾ കൊറോണ സമയത്ത് ഞങ്ങൾ പിന്നെ ഇവിടെ ഏകദേശം 250ഓളം വീടുകളുണ്ട്. ഈ 250 വീടുകളിലേക്കും 3 പ്രാവശ്യം പച്ചക്കറി കിറ്റുകളായിട്ട് 250 കിറ്റ് എല്ലാ വീടുകളിലേക്കും നമ്മൾ എത്തിച്ചു. കൊറോണ ഉള്ള വീടുകളിൽ നമ്മൾ ഗേറ്റിൻ്റെ മുകളിൽ വയ്ക്കുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങളത് വീട്ടിലെത്തിക്കും. അങ്ങനെ വളരെ ചിട്ടയായിട്ട് തന്നെ നമ്മളത് 3 പ്രാവശ്യം നമ്മളത്. അതുപോലെ തന്നെ ആതുര സേവന രംഗത്ത് മറ്റുള്ള പ്രവർത്തനങ്ങളിൽ എന്തൊക്കെയോ കട്ടില് കൊടുത്ത അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങൾ. അത് എങ്ങനെയാണ് വെച്ചാൽ ഇവിടെ പ്രതീക്ഷ ചാരിറ്റബിൾ കൂറ്റനാടുള്ള അവർ വളരെ മാതൃകാപരമായിട്ട് ചെയ്യുന്നതാണ്. അവർക്ക് നമ്മൾ ആധുനിക രീതിയിലുള്ള കട്ടില്, അതുപോലെ വീൽ ചെയർ, നല്ല വിലയുള്ള 1.5 ലക്ഷം വിലയുള്ള ഇതാണ്. പിന്നെ കട്ടിൽ അത് ഗൾഫിൽ നിന്ന് നമ്മൾ എത്തിച്ചതാണ്. എന്നിട്ട് കൂടാതെ ഇവർക്കുള്ള ഡ്രസ്സുകളടക്കം നമ്മൾ എത്തിച്ചു കൊടുത്തു. അന്നത്തെ സർക്കിൾ ഇൻസ്പെക്ടർ ക്ഷേത്രത്തിൽ വന്നിട്ട് ഈ ഭാരവാഹികൾക്ക്, ഈ പ്രതീക്ഷയുടെ ഭാരവാഹികൾക്ക് അത് കൊടുക്കുകയാണ് ചെയ്തത്. വളരെ നല്ലൊരു ചടങ്ങായിട്ട് 15 കൊല്ലമായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നുണ്ട്. കൂടാതെ പിന്നെ കൊറോണ കാലത്ത് നമ്മൾ പഞ്ചായത്തിലേക്ക്, തിരുമിറ്റോട് പഞ്ചായത്തിലേക്ക് ഈ അണുനശീകരണത്തിനുള്ള മെഷീൻ, പിന്നെ അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ സാനിറ്റൈസിൻ്റെ ഇത്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പഞ്ചായത്തിൽ നേരിട്ട് നമ്മൾ കൊടുത്തു. അതുപോലെ വളരെ പിന്നെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന രോഗികൾക്ക്, വളരെ ബുദ്ധിമുട്ടുന്ന രോഗികൾക്ക് നമ്മൾ സപ്താഹ ദിവസമാണ് നമ്മൾ ലാസ്റ്റ് ദിവസം അവരെ നമ്മൾ വിളിച്ചു വരുത്തി ഒരു 5 പേർക്ക് അല്ലെങ്കിൽ 6 പേർക്ക് നമ്മൾ സ്ഥിരമായിട്ട് നമ്മളങ്ങനെ സാമ്പത്തികമായിട്ട് നമ്മൾ സഹായിക്കാറുണ്ട്. കഴിയുന്ന രീതിയിൽ നമ്മളത് സഹായിക്കാറുണ്ട്. പിന്നെ മെഡിക്കൽ ക്യാമ്പിൽ പല കണ്ണിൻ്റെ ഉണ്ടായിട്ടുണ്ട്, പല്ലുണ്ടായിട്ടുണ്ട്, അതുപോലെ ഇതിൻ്റെ ആയുർവേദം, അങ്ങനെ പല സമയത്തും പല രീതിയിലാണ്. 15 എണ്ണം നമ്മളിപ്പോൾ നടത്തിക്കഴിഞ്ഞു. ഇതിനൊക്കെയുള്ള ഫണ്ടുകൾ, ആളുകളുടെ സംഭാവന, അതുകൂടാതെ തന്നെ മറ്റു പല കാര്യങ്ങളും ചെയ്യേണ്ടത് തോന്നുന്നു അല്ലേ? ഇപ്പോൾ പന്തൽ വർക്ക് ഞങ്ങൾ എന്താ വെച്ചാൽ ക്ഷേത്രത്തിൽ തന്നെ തുണിപ്പന്തലുണ്ട്. ഈ തുണിപ്പന്തൽ ഞങ്ങൾ തന്നെ കൊണ്ടുപോയിട്ട് കൊടുക്കും. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം, അതുപോലെ നമ്മളെ യാത്രകൾ സംഘടിപ്പിക്കും, തീർത്ഥയാത്രകൾ, അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം, ഇങ്ങനെയാണ് നമ്മൾ ഫണ്ട് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ക്ഷേത്രത്തിലെ കാര്യങ്ങളും അതുപോലെ ഇതുപോലുള്ള പൊതുജന സാമൂഹ്യ സേവനത്തിനുള്ള കാര്യങ്ങളും നമ്മളത് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ഒരു ക്ഷേത്രം എന്ന് പറയുമ്പോൾ വെറും വിശ്വാസികളായിട്ടുള്ള ആ ആളുകൾക്ക് വന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു ഇടം എന്നുള്ളതിൽ ഉപരിയായി നമ്മൾ അങ്ങോട്ട് ഇറങ്ങിച്ചെന്ന് ഈ വിശ്വാസികളായാലും അല്ലാത്തവരാണെങ്കിലും നമ്മളെ പൊതുസമൂഹത്തെ മുഴുവൻ ചേർത്ത് നിർത്തി അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് നമ്മുടെ കുടലൂർക്കാവ് അയ്യപ്പ ക്ഷേത്രം. അതുമായി ബന്ധപ്പെട്ട് US മീഡിയയ്ക്ക് വേണ്ടി ഇവിടെ കുറച്ച് സമയം ചെലവഴിച്ച എല്ലാവർക്കും US മീഡിയ ന്യൂസിൻ്റെ പേരിൽ നന്ദി. ഒന്ന് പരിചയപ്പെടാൻ തോന്നുന്നു അല്ലേ? എന്താ പേരെന്താ? എൻ്റെ പേര് മോഹൻ അല്ലേ? വേണുഗോപാൽ, രവീന്ദ്രൻ, ഭരതൻ, ഗോപി അല്ലേ?